என்ன அனந்த இன்னைக்கு வேலைக்கு போலியா? எந்திரிச்ச பாடே காணோம். ஐயோ, என்ன அனந்தா? വയ്യേച്ചി, നല്ല പനി, തല പൊക്കാൻ വയ്യ. ஐயோ, உடம்பெல்லாம் நெருப்பா கொதிக்குது. ஏன்பா, அவர் போறதுக்கு முன்னால சொல்லியிருந்தா ஏதாவது மருந்தாவது வாங்கியிருக்கலாம் இல்ல? അത്രയ്ക്കൊന്നുമില്ല, കുറച്ചു നേരം അനങ്ങാതെ കിടന്നാ മതി. சரி, அசையாம படுத்துக்கோ. நான் போய் ஸ்ட்ராங்கா ஒரு சுக்கு காப்பி போட்டு கொண்டு வரேன். பட்டு ഈ മരുന്ന് 2 ഔൺസ് കൂടി ചെല്ലട്ടെ, പനി പമ്പ നടക്കും. ഡോക്ടറെ കാണാൻ ചെന്നപ്പോ അങ്ങനെ അവിടെ ഇല്ല. പിന്നെ കമ്പൗണ്ടർ നമ്മുടെ ഒരു പരിചയക്കാരനാണ്. ഞാൻ വിവരം പറഞ്ഞപ്പോ ഈ മരുന്നെടുത്ത് തന്നു. അനങ്ങാണ്ട് മൂടിപ്പോച്ച് കിടന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പുറത്തുണ്ടല്ലോ. പോട്ടെ. ആ, വർക്ക്ഷോപ്പിലെ അണ്ണാച്ചിയോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചുള്ള വേവലാതി വേണ്ട. ഒന്ന് നിൽക്കണേ. മദ്രാസ് ഓട്ടോമൊബൈൽസ് ജോലി ചെയ്യുന്ന അനന്തന്റെ വീട് എവിടെയാ? இங்க வாங்க. பாவம், அசந்து படுத்துக்கிட்டு இருக்கு. அனந்தா, அனந்தா, இந்தா உன்னை பாக்குறதுக்கே ஒரு ஆளு. நீங்க பேசிக்கிட்டு இருங்க, எனக்கு நிறைய வேலை இருக்கு. நான் வரேன். അയ്യോ, വേണ്ട വേണ്ട, കിടന്നോളൂ. ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഒന്നാമത് ഇതത്ര നല്ല സ്ഥലമല്ല. പിന്നെ ശ്രീദേവി ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടാൽ എന്നെ തൂക്കിക്കൊല്ലും. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. സാർ അനങ്ങാതെ കിടന്നാട്ടെ. ഭാരിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് അന്വേഷിക്കാം. പനി ശരിക്കും വിട്ടിട്ടില്ല. ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. ആ, ഡിഗ്രി കിട്ടിയിട്ടില്ലെങ്കിലും ഞാനൊരു 3/4 ഭാഗം ഡോക്ടറാ. ഒരു പനിക്കൊക്കെ ഞാൻ മതി. ഈ ചുമ അത്ര ശരിയല്ല. ലങ് ഇൻഫെക്ഷൻ ഉണ്ടോന്നാണ് സംശയം. കാണട്ടെ. ശ്വാസം വലിച്ചുവിടൂ. അതൊക്കെ പനിയും ചുമയായി കിടപ്പിലാണെന്ന് ഫോൺ ചെയ്തപ്പോഴേ അറിഞ്ഞു. മരുന്ന് കരുതിക്കൊണ്ടാ പോകുന്നതും. പേടിക്കണ്ട, പ്രൊഫസറോട് ചോദിച്ചിട്ട് എന്നെ മരുന്ന് ഫിക്സ് ചെയ്തത്. മരുന്ന് ഇപ്പോഴേ തുടങ്ങണം. ഡെയിലി 3 എണ്ണം വീതം. ഇപ്പൊ ഇതെങ്ങനെയാ കഴിക്കുക? വെള്ളമുണ്ടല്ലോ. അനന്തന് കഴിക്കാൻ കുറച്ച് വെള്ളം മതിയാവും. പക്ഷെ എനിക്കെന്തെങ്കിലും കഴിക്കണമല്ലോ. ഒരു ചായ കഴിക്കാനുള്ള മൂഡ് തോന്നുന്നു. ആരെങ്കിലും പറഞ്ഞേക്കാം. ഒന്നും വേണ്ട. അത്യാവശ്യം ഒരു ചായ ഉണ്ടാക്കാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. ബുദ്ധിമുട്ടാവും. ഇനി അഥവാ ലേശം ബുദ്ധിമുട്ടാണെന്ന് തന്നെ വെക്കണം. അത് ഞാനങ്ങ് സഹിച്ചോളാം. എന്തിനാ അനന്താ നമ്മൾ തമ്മിൽ ഈ ഫോർമാലിറ്റി?
ചായ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഒന്നുകിൽ അനന്തൻ മുഖസ്തുതി പറയാണ്, അല്ലെങ്കിൽ വായ്ക്ക് രുചിയില്ലാത്തതുകൊണ്ട് തോന്നിയതാണ്. കുടിക്കുന്ന എനിക്കറിയാമല്ലോ പരമ ബോറാണെന്ന്. ഇന്ന് കോളേജിൽ പോയില്ലേ? ഹോസ്പിറ്റൽ അവറാണ്, അറ്റൻഡൻസ് ചെയ്യാതെ പോന്നു. എന്നാലും നല്ല ആളാ. കുറെ ദിവസമായി ഒരു വിവരവും കാണാഞ്ഞപ്പോ ഞാൻ കരുതിയത് ജോലി തിരക്കാണെന്നാ. ഇന്ന് രാവിലെ ഒന്ന് എയർപോർട്ടിൽ പോകാൻ അന്വേഷിച്ചപ്പോഴല്ലേ വിവരം അറിഞ്ഞത്. എന്താ എയർപോർട്ടിൽ പോവാൻ? ഓ അതോ, ചേട്ടൻ വരുന്നുണ്ടായിരുന്നു. വരുന്നു എന്ന് പറഞ്ഞാൽ എവിടുന്നോ വന്ന് എവിടേക്കോ പോകുന്നതിനിടയിൽ 1 മണിക്കൂർ ഇവിടെ തങ്ങുന്നു. എയർപോർട്ടിൽ ചെന്നാ കാണാം. എന്നിട്ട് പോയില്ലേ? ഒറ്റയ്ക്ക് എനിക്ക് വയ്യ. അല്ലെങ്കിൽ പോയിട്ടിപ്പോഴെന്തിനാ? എയർപോർട്ട് റെസ്റ്റോറന്റിൽ മേശയ്ക്ക് ഇരുവശവും ഇരുന്ന് വല്ല സാൻഡ്വിച്ചോ ജ്യൂസോ കഴിക്കും. ഒടുവിൽ സെക്യൂരിറ്റി ചെക്ക് അനൗൺസ് ചെയ്യുമ്പോൾ വിശേഷമൊന്നുമില്ലല്ലോ എന്നൊരു ചോദ്യവും പതിവ് പോലെ സ്വന്തം കാര്യം നോക്കിയുള്ള പുറപ്പാടും. വാട്ട് ഫോർ? അതിലും നല്ലത് അനന്തനെ കാണാൻ വരുന്നാണെന്ന് തോന്നി. ഇവിടെ ആരുമില്ലല്ലോ, അനന്തനും ഒറ്റയ്ക്കല്ലേ. കണ്ടോ കണ്ടോ, മരുന്നകത്ത് ചെന്നതേയുള്ളൂ, മുഖം തെളിഞ്ഞു. ഇതാണ് ഡോക്ടറുടെ കൈപ്പുണ്യം എന്ന് പറയുന്നത്. മരുന്ന് മുറയ്ക്ക് കഴിക്കണം, കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. എല്ലാം മാറിയിട്ട് വീണ്ടും ജോലിക്ക് പോകാവൂ. ഞാൻ പോട്ടെ. ആ, വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യണേ. അതിലും നല്ലത് അനന്തനെ കാണാൻ വരുന്നതാണെന്ന് തോന്നി. ഇവിടെ ആരുമില്ലല്ലോ, അനന്തനെ ഒറ്റയ്ക്കല്ലേ. എന്നാ കണ്ടോ? ആളല്പം ഒന്ന് ക്ഷീണിച്ചു അല്ലേ മരകഥം? എന്നാലും നമ്മുടെ ആരുടെയും മരുന്ന് ഏറ്റില്ലല്ലോ. വേണ്ടപ്പെട്ടവർ വന്നു, പരിശോധിച്ചു, മരുന്ന് നിശ്ചയിച്ചു. എന്നാലും മരകഥം, ആ കൊച്ചു വന്നപ്പോ ഞാനില്ലാതെ പോയല്ലോ. ആളെങ്ങനെ കൊള്ളാവോ? உடம்பு கொஞ்சம் மெலிசு, ஆனா நல்ல ஐஸ்வர்யமான முகம், ശരിயான ജോഡി. അയ്യോ, എന്തായി പറയുന്നേ? നിങ്ങൾ കരുതുന്ന പോലൊന്നും അല്ല. അതിന് ഞങ്ങളൊന്നും കരുതിയില്ലല്ലോ. ചേട്ടാ, അവന്റെ ഒരു പരിഭ്രമം കണ്ടില്ലേ? എനിക്കിങ്ങനെയുള്ള പരിഭ്രമൊന്നും ഇല്ലായിരുന്നല്ലോ, അല്ലേ മരകഥം? അയ്യോ രാഘവേട്ടാ, ആ കുട്ടി നാട്ടിൽ എന്റെ അയൽവക്കത്തെയാ. ഇവിടെ കോളേജിൽ പഠിക്കുന്നു. സുഖമില്ലാന്നറിഞ്ഞപ്പോ വെറുതെ ഒന്ന് കാണാൻ വന്നല്ലാണ്ട്. പിന്നെ പിന്നെ അനന്തന് സുഖമില്ലാത്ത വിവരം പത്രങ്ങളായ പത്രങ്ങളിൽ മുഴുവൻ ഉണ്ടായിരുന്നു. ചുമ്മാ തിരി മോനെ, രാഘവേട്ടനോട് വേണോ ഈ വേഷം കെട്ട്? നിങ്ങളോട് തർക്കിച്ച് ജയിക്കാൻ ഞാൻ ആളല്ലപ്പാ. എന്തായിരുന്നു മരകഥം അന്ന് ഇയാളുടെ സംശയം? ആ, തോന്നുന്ന അടുപ്പം ഏത് തരത്തിലുള്ളതാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക അല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? உடம்பு சரியில்லைன்னு கேட்டு நான் ரொம்ப பதறி போயிட்டேன். இப்ப என்ன சரியாயிடுச்சா? ஓ, நீங்க உடம்பாவணுங்கிறதுக்காக நான் தினமும் கோயில போய் கும்பிட்டுட்டு இருந்தேன். இன்னைக்கு வேலைக்கு போறீங்களா? அதே. உடம்பு இப்பதான் குணமாயிருக்கு, ஜாக்கிரதையா பாத்துக்கோங்க. உடம்பு சரியில்லாம போது வந்து பாக்கணும்னு நினைச்சேன். ஆனா அந்த மரகத்தை பப்பத்தால் அங்கதானே, இது எப்படிதான் வந்து பாக்குறதா? எதுக்கு நீ வர? உள்ளபடி என் தம்பிகிட்ட உனக்கு ரெடி பேச்சு. ஆட்டக்கறி குட்டோட ஒண்ணு. தம்பி, நீ உள்ளப்பா. ஐயோ, தண்ணிக்குள்ள போயிடுச்சா? இரு நான் எடுத்து தரேன்.